ന്യൂസ് ബ്ലാസ്റ്റിന് പോകുന്നത് ഇടുക്കിയിലേക്കാണ്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഇടുക്കിയിൽ +2 വിദ്യാർത്ഥിക്ക് സഹപാഠികളുടെ മർദ്ദനം. കാൽവരി മൗണ്ട് സ്വദേശിയായ വിദ്യാർത്ഥിയുടെ 6 പല്ലുകൾ തകർന്നു. തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മർദ്ദനമുണ്ടായത്. തലയിലെ ഒരു ഭാഗത്ത് മുടി കുറഞ്ഞതിന് സുഹൃത്തുക്കൾ നിരന്തരം പരിഹസിച്ചിരുന്നതായി വിദ്യാർത്ഥി റിപ്പോർട്ടറിനോട് പറഞ്ഞു. സംഭവത്തിൽ ഒരു വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്തു. 4 പേരെ മാറ്റി നിർത്തിയതായും സ്കൂൾ പ്രിൻസിപ്പൽ അറിയിച്ചു. ഞാൻ തങ്കമണി ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 ഹ്യൂമാനിറ്റീസ് 2ാം വർഷം പഠിക്കുകയായിരുന്നു. സ്കൂൾ തുറന്നു കഴിഞ്ഞ് 1-ാം തീയതി ക്ലാസ്സിൽ മുറിയിൽ വെച്ച് എൻ്റെ കൂടെ പഠിക്കുന്ന കുറച്ച് പേർ എന്നെ കളിയാക്കിയത് മറ്റേ മുടി കൊഴിയുന്നതിനെ കുറിച്ച് പറഞ്ഞ് കളിയാക്കി അവൻ്റെ മുഖത്തും ദേഹത്തൊക്കെ ഇടിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ചോറുണ്ട് കഴിഞ്ഞിട്ട് വന്നിട്ട് എൻ്റെ പുറത്തിനിട്ടൊക്കെ ഇടിക്കുകയും അവർ പിടിച്ചു നിർത്തി എൻ്റെ മുഖത്തിനിട്ട് ചുണ്ടിനൊക്കെ ഇടിക്കുകയും ചെയ്തു. അങ്ങനെ സംഭവിച്ചാണ് പല്ല് പോയത്. അന്നേരം ഞാൻ വീട്ടിൽ വിളിച്ച് അച്ഛനോട് പറയുക ചെയ്തത്. അത് കഴിഞ്ഞിട്ട് സാറിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു. എന്നിട്ട് എന്നെ സംഭവം ചോദിച്ചതിന് ശേഷം ആശുപത്രി കൊണ്ടുപോവുക ചെയ്തത്. ബാക്കിയുള്ള കുട്ടികൾക്ക് അവരോട് ചെറിയൊരു പേടിയുണ്ടായത്. കാരണം അവർക്ക് സസ്പെൻഷനൊക്കെ കിട്ടിയതാണ്. രാഹുൽ സുരേഷിന്റെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ. രാഹുൽ, ആ കുട്ടിക്ക് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ സങ്കടം തോന്നുന്നു. ഇതിൽ കൂടെ ഉണ്ടായിരുന്നവൾ, സുഹൃത്തുക്കൾ എന്ന് വിളിക്കാമോ എന്ന് അറിയില്ല, അവരാണ് ഈ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത്. അതിൽ ശാരീരിക ഉപദ്രവം മാത്രമല്ല, ഈ മാനസികമായിട്ടുള്ള പരിഹാസവും അതോടൊപ്പം തന്നെ തുല്യമാണ്. അതിൻ്റെയൊക്കെ ഒരു വേദന എത്രത്തോളമാണ് എന്നുള്ളത്. ഇതിൽ എന്താണ് ഇപ്പോൾ നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത്? സ്കൂൾ അധികൃതർ എന്താണ് പറയുന്നത്? ഈ വിദ്യാർത്ഥിയുടെ കുടുംബത്തിന്റെ നീക്കം എന്താണ് ഇനി? ശ്രുതി, ജൂൺ 1-ാം തീയതി മറ്റു വിദ്യാർത്ഥികളെ പോലെ തന്നെ വലിയ പ്രതീക്ഷയോടുകൂടിയായിരുന്നു കാൽവരി മൗണ്ട് സ്വദേശിയായ +2കാരൻ ക്ലാസ്സിലേക്ക് എത്തുന്നത്. പക്ഷേ അന്ന് തന്നെ ആദ്യ ദിനം തന്നെ ദുരനുഭവം നേരിടേണ്ടി വന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഈ കുട്ടി കഴിഞ്ഞ കുറേ കാലമായി ഈ തങ്കമണിയിലുള്ള സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത്. പക്ഷേ ഈ കുട്ടിയുടെ തലയുടെ പുറകുഭാഗത്തായി കുറച്ച് മുടിയില്ലാത്തൊരു പ്രശ്നമുണ്ട്. അതേ തുടർന്ന് സഹപാഠികൾ നിരന്തരം പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്തിരുന്നതായി ഈ കുട്ടി തന്നെ ഇപ്പോൾ നമ്മളോട് പറയുകയും ചെയ്തതാണ്. അത്തരത്തിലുള്ള കളിയാക്കലും പരിഹാസവുമാണ് ശരീര ഉപദ്രവത്തിലേക്ക് ഏറ്റവും ഒടുവിലെത്തിയത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, സ്കൂൾ ക്യാമ്പസിന്റെ ഉള്ളിൽ തന്നെയാണ്. അതുകൂടാതെ ക്ലാസ് റൂമിന്റെ അകത്ത് മറ്റ് വിദ്യാർത്ഥികൾ നോക്കി നിൽക്കുമ്പോഴാണ് അതിക്രൂരമായി ഈ വിദ്യാർത്ഥിയെ മർദ്ദിച്ചത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഈ സംഭവത്തിൽ 5 പേർക്കെതിരെയാണ് ഈ വിദ്യാർത്ഥിയുടെ കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. അതിലൊരു വിദ്യാർത്ഥി, പ്രായപൂർത്തിയായിട്ടുള്ള 19 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയാണ് അതിക്രൂരമായി മർദ്ദിച്ചത്. ബാക്കിയുള്ള 4 പേർ മർദ്ദിക്കാനായി കൂട്ടുനിൽക്കുകയും മർദ്ദിക്കാനായി ആ കുട്ടിക്ക് സഹായം ചെയ്തു നൽകി എന്നുമാണ് പരാതിയിൽ പറയുന്നത്. മറ്റ് വിദ്യാർത്ഥികൾ നോക്കി നിൽക്കെ ക്ലാസ് റൂമിൽ വെച്ച് തലയ്ക്ക്, മുഖത്ത് അതിക്രൂരമായി മർദ്ദിച്ചു. ആ വിദ്യാർത്ഥിയുടെ 6 പല്ലുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത്. 3 പല്ലുകൾ എടുത്തു മാറ്റേണ്ട അവസ്ഥയുണ്ട്. മറ്റു 3 പല്ലുകൾക്ക് ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. 4 വിദ്യാർത്ഥികൾക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ തിരിച്ചറിയാൻ കഴിയുന്ന 4 വിദ്യാർത്ഥികളെയും പ്രായപൂർത്തിയായ ഒരാളെയും പ്രതി ചേർത്തുകൊണ്ട് അങ്ങനെ 5 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ പറയുന്ന കാര്യം, ഈ പ്രായപൂർത്തിയായിട്ടുള്ള വിദ്യാർത്ഥിയെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മറ്റ് 4 പേരുടെ ഭാഗത്ത് തെറ്റുള്ളതായി ഇതുവരെയും തെളിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവരെ മാറ്റി നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് കണ്ടെത്തുകയാണെങ്കിൽ ആ 4 പേരെയും, മുഴുവൻ 5 പേരെയും സസ്പെൻഡ് ചെയ്യും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഈ പരിക്കേറ്റ വിദ്യാർത്ഥി എടുത്തു പറയുന്ന കാര്യം, ഈ 5 പേരുടെയും പേരിൽ നേരത്തെയും ഇതിന് സമാനമായിട്ടുള്ള പരാതികൾ ഉയരുകയും സസ്പെൻഷൻ ഉൾപ്പെടെ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ആ 5 പേരെയും ഈ സ്കൂളിൽ തന്നെ പഠിപ്പിച്ചു എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണവും ഈ വിദ്യാർത്ഥിയുടെ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും നീതി തേടി മുന്നോട്ട് പോകാൻ തന്നെയാണ് വിദ്യാർത്ഥിയുടെ തീരുമാനം. തലയിൽ മുടിയില്ലാത്തതിന്റെ പേരിലൊക്കെ ഇങ്ങനെ അതിക്രൂരമായി മർദ്ദിക്കുക അല്ലെങ്കിൽ മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വരിക എന്നത് ദാരുണമായിട്ടുള്ള സംഭവമാണ്. ശ്രുതി, തീർച്ചയായിട്ടും ആ കുട്ടിക്ക് നീതി വേണം എന്നുള്ളത് തന്നെയാണ്. കാരണം ഇങ്ങനെ പരിഹസിക്കപ്പെടുന്നു, മർദ്ദനം ഏൽക്കേണ്ടി വരുന്നു എന്നൊരു സാഹചര്യം. എന്താണ് ഈ കൂടെയുള്ള കുട്ടികൾക്ക് പറ്റുന്നതെന്നുള്ളതാണ്. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. രാഹുൽ സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.